വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൊതിച്ചോറിൽ വെക്കാവുന്ന ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഫിഷ് കറി പോലെയല്ല, പൊതിച്ചോറിൽ വെക്കുന്ന ഫിഷ് കറി ഞാൻ അല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യാറ്. ആ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കേട്ടോ, ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഇന്ന് കറി വെക്കുന്നത് കേര മീനാണ്. അത് ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. മീൻ കറിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും നന്നാക്കി വെച്ചിരിക്കുകയാണ്. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സാധാരണയിലും അല്പം കൂടുതൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ പിന്നീട് പറയാം. അടുത്തത് ഇതിൽ ചേർക്കുന്ന പൊടികളാണ് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി. ഇനി ഇതെല്ലാം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ചാലിച്ചെടുക്കണം. ഈ കറിയിൽ ടൊമാറ്റോ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഈ പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇത് വെള്ളത്തിൽ ചാലിച്ചെടുക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ കറി മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില മാറ്റി വെക്കണം, പിന്നീട് ആവശ്യം വരും. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. ഒരു ചെറിയ പീസ് കായമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് ചെറുതായി കളർ ചേഞ്ച് വരുന്നതുവരെ വഴറ്റണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ചാലിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. പൊടികൾ ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളി അതിലേക്ക് ചേർക്കാം. കുടംപുളി ഓരോന്നും ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ വേകാൻ ഇത്രയും വെള്ളം പോരാ. അതുകൊണ്ട് മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ മാത്രം മീൻ പീസസ് അതിലേക്ക് ഇട്ടു കൊടുക്കണം. ഏതൊരു കറിക്കും അതിൻ്റേതായ പ്രൊസീജിയറുണ്ട്. അത് ഫോളോ ചെയ്യുക തന്നെ വേണം. ഇനി ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വയ്ക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞ് വെട്ടിത്തിളച്ച് തുടങ്ങിയെന്ന് തോന്നിയാൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ചട്ടിയോടെ ചുറ്റിച്ച് വെക്കണം. അത് കഴിഞ്ഞ് പഴയതുപോലെ തന്നെ അടച്ചു വെക്കണം. ഇനി അത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. മീൻ വേകുകയും ചെയ്തു, കറി കുറച്ചൊന്ന് വറ്റുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ആ കറി മൺചട്ടിയിലിരുന്ന് കുറച്ചുകൂടി വറ്റും. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് തൂകി കൊടുക്കാം. ബാക്കിയിരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം. ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി വറ്റുമ്പോൾ പൊതിച്ചോറിൽ വെക്കാൻ പാകത്തിന് ആകും. പൊതിച്ചോറിൽ വെക്കുന്ന മീൻ കറി ലീക്ക് ചെയ്യാൻ പാടില്ല. അതിനാണ് വറ്റിച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ചോറിൽ കുഴച്ച് കഴിക്കാൻ കറി വേണ്ടേ? അതിനാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടുതൽ ചേർക്കുന്നത്. ഓരോ പീസ് മീൻ എടുക്കുമ്പോഴും അതിൽ നല്ലതുപോലെ അരപ്പ് പുരണ്ടിരിക്കും. കുറേശ്ശെ എടുത്ത് ചോറിൽ കുഴച്ച് കഴിക്കാനും പറ്റും. ഇതാണ് ഈ കറിയുടെ സ്പെഷ്യാലിറ്റി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ഇതാണ് എൻ്റെ പൊതിച്ചോറ് മീൻ കറി.